2024 അവസാനത്തോടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ തൊഴിൽ വളർച്ചയാണ് യുഎസിൽ രേഖപ്പെടുത്തിയത്. 2,56,000 സ്ഥാനങ്ങൾ കൂടെ ചേർന്നപ്പോൾ ഒരു വൻ നേട്ടം തന്നെ കൈവരിക്കാൻ യുഎസിലെ തൊഴിൽ വിപണിക്ക് സാധിച്ചു. എന്നാൽ 2025-ൽ ഇതിൽ കൂടുതൽ നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഡിസംബറിൽ വൻ തോതിലുള്ള തൊഴിൽ വളർച്ചയോടെയാണ് യുഎസ് സമ്പദ് വ്യവസ്ഥ 2024 അവസാനിച്ചത്. ഇന്നലെ പുറത്തിറങ്ങിയ ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റ പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് 4.2% നിന്ന് 4.1% കുറഞ്ഞിട്ടുണ്ട്. ഇത് പ്രീ പാൻഡമിക് മാനദണ്ഡങ്ങളിലേക്കുള്ള മടങ്ങിവരവ് തന്നെയാണ് അടയാളപ്പെടുത്തുന്നതും. 2024-ൽ യുഎസ് തൊഴിൽ വിപണി എങ്ങനെ വഴിമാറിയെന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും 2025 തൊഴിൽ വിപണിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എന്ത് പുതിയ മാറ്റം അല്ലെങ്കിൽ നേട്ടം കൈവരിക്കാൻ ആവശ്യമായ എന്ത് പദ്ധതികൾ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ നിരവധി അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാധ്യതയുള്ള നയം കാരണം വ്യാപാരം, കുടിയേറ്റം, നികുതികൾ, ഫെഡറൽ തൊഴിലാളികൾ എന്നിവയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 2024 സമ്പദ് വ്യവസ്ഥയിൽ ഏകദേശം 2.2 ദശലക്ഷം ജോലികൾ ചേർത്തു. ഇത് പ്രതിമാസം ശരാശരി 1,86,000 ജോലികളാണ്. അത് 2017 മുതൽ 2019 വരെയുള്ള വാർഷിക കണക്കുകൾക്ക് അനുസൃതമായാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ മുൻ വർഷങ്ങളിലെ പാൻഡമിക് വീണ്ടെടുക്കൽ സമയത്ത് കണ്ട നേട്ടങ്ങളിൽ നിന്നുള്ള ചില മാന്ദ്യത്തെയും സൂചിപ്പിക്കുന്നു. തൊഴിൽ വിപണി ശക്തമാണ്. മൊത്തത്തിലുള്ള അർത്ഥത്തിൽ ഇതിലും മികച്ചതായിരിക്കില്ല. വളരെ ശക്തമായ തൊഴിൽ വളർച്ചയുണ്ട്. കൂടാതെ തങ്ങൾക്ക് തൊഴിലില്ലായ്മ കുറവാണ്. എന്നിട്ടും ഏറ്റവും പുതിയ മാസത്തിൽ ഇത് കുറഞ്ഞു. പിരിച്ചുവിടലുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ജോലിയുണ്ട്. അത് സമ്പദ് വ്യവസ്ഥയും തൊഴിൽ വിപണിയെയും ശക്തിപ്പെടുത്തുന്നത് തുടരുന്നതായും ലേബർ അനലിസ്റ്റിക്സ് സ്ഥാപനമായ ലെറ്റ്കാസ്റ്റിലെ മുതിർന്ന സാമ്പത്തിക വിദഗ്ധയായ എലിസബത്ത് കോഫ്രൂട്ട് വ്യക്തമാക്കി. കൂടാതെ നിലവിൽ യുഎസ് തുടർച്ചയായി 48 മാസത്തേക്ക് ജോലികൾ ചേർത്തു. അതുകൊണ്ട് തന്നെ ഇത് റെക്കോർഡിലെ ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ തൊഴിൽ വിപുലീകരണ കാലയളവുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഇത് ജോ ബൈഡന്റെ ചരിത്രപരമായ നേട്ടത്തെ മറികടക്കുന്നതായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നതും. 1939 വരെയുള്ള BLS രേഖകൾ അനുസരിച്ച് പ്രതിമാസ തൊഴിൽ നേട്ടങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ആദ്യത്തെ യുഎസ് പ്രസിഡന്റാണ് ബൈഡൻ. എന്നിരുന്നാലും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട്. ഡൊണാൾഡ് ട്രംപിനൊപ്പം എക്കാലത്തെയും വലിയ തൊഴിൽ വിപുലീകരണത്തിന് മേൽനോട്ടം വഹിക്കാൻ സഹായിച്ച പ്രസിഡന്റ് ഒബാമയ്ക്ക് തന്റെ രണ്ടാം ടേമിൽ പ്രതിമാസ തൊഴിൽ നഷ്ടം ഉണ്ടായിട്ടില്ല. കൂടാതെ കക്ഷിഭേദമില്ലാതെ സാമ്പത്തിക നയങ്ങൾ മുന്നോട്ടു പോവുകയും തൊഴിൽ വിപണിയുടെ ഉയർച്ചാ താഴ്ചകൾ ഒരു പ്രസിഡന്റിനപ്പുറം ഒരു സ്വാധീന ഘടകം കൂടിയുണ്ടായിരുന്നു. കൂടാതെ 1,53,000 തൊഴിലവസരങ്ങളുടെ നേട്ടവും തൊഴിലില്ലായ്മ നിരക്ക് 4.2% തുടരുമെന്നും ചില സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിച്ചിരുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം പ്രതീക്ഷിച്ചതിലും മികച്ച നേട്ടത്തിന് ശേഷം യുഎസിലെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞിരുന്നു. 60 പോയിന്റിലധികമാണ് ഇടിഞ്ഞത്. കൂടാതെ 10 വർഷത്തെ ട്രഷറി ആദായം 4.7 ഉയരുകയും ഈ കാരണം കൊണ്ട് ശക്തമായ ഡാറ്റയും സമ്പദ് വ്യവസ്ഥയും ഫെഡറൽ റിസർവിനെ അതിന്റെ നിരക്ക് കുറയ്ക്കാനുള്ള ക്യാമ്പയിൻ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇടയാക്കുകയും ചെയ്തു. കൂടാതെ ശക്തമായ നേട്ടങ്ങൾ കൈവരിച്ചെങ്കിലും മുന്നിൽ ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചുഴലിക്കാറ്റുമായി നടന്നുകൊണ്ടിരിക്കുന്ന വീണ്ടെടുക്കലും സീസണൽ നീക്കങ്ങളും കാരണം നവംബറിൽ 29,200 തൊഴിലവസരങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് റീറ്റെയിൽ വ്യവസായം ഡിസംബറിൽ 43,400 തൊഴിലവസരങ്ങൾ കൂടെ ചേർത്തു. ഡിസംബറിൽ പ്രതീക്ഷിച്ചതിലും ശക്തമായ നേട്ടത്തിന് കാരണമാകുമെന്ന് നാവികസേനയിലെ കോർപ്പറേറ്റ് സാമ്പത്തിക വിദഗ്ധൻ റോബർട്ട് ഫ്രിക് പറഞ്ഞു. എന്നാൽ ആരോഗ്യ പരിരക്ഷ വീണ്ടും ഏറ്റവും വലിയ നേട്ടങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇത് റീറ്റെയിൽ ജോലികൾ വർദ്ധിക്കാനും കാരണമായി. പക്ഷേ അതൊരു സീസണൽ പ്രതിഭാസമായിരുന്നു. എന്നിരുന്നാലും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വിപുലീകരണം തുടരുകയും ഉപയോക്തൃ വാങ്ങൽ ശേഷി ഉയരുകയും ചെയ്തിട്ടുള്ളതായാണ്. അതേസമയം ഒരിക്കലുണ്ടായ മഹാമാരിയിൽ നിന്ന് കരകയറുകയും അതിവേഗം കുതിച്ചുയരുന്ന വിലയുടെയും ഉയർന്ന പലിശ നിരക്കിന്റെയും ഇരട്ട സമ്മർദ്ദങ്ങളിൽ നിന്ന് ഇത് നാവിഗേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് ശേഷം തൊഴിൽ വിപണി പ്രതിരോധവും സ്ഥിരതയും പ്രകടമാക്കിയതായാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാവുന്നത്.